അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 51 ഒന്ന് നോക്കാം. ഒരു 4x4 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ 4x4 ഡിറ്റർമിനൻ്റ്. ഇത് കാണുമ്പോൾ കുറച്ച് വലിയ ചോദ്യമൊന്നുമില്ല, ഡയറക്റ്റ് ഒരു കീമിൻ്റെ ലെവലൊക്കെ ഉള്ളൂ. ഇതിന് ജയിക്കുന്നത് ചോദിക്കുന്നില്ല, ബിക്കോസ് ഇറ്റ് സ്ട്രേറ്റ് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. എങ്ങനെയാണ് ഇപ്പം നമുക്ക് ഇതിന് ആദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തന്നിരിക്കുന്നതിൻ്റെ അകത്ത് ഇവിടെ 1 ഉണ്ട്, അതുകൊണ്ട് തന്നെ മാക്സിമം സീറോസ് വരുത്താൻ നമുക്കിവിടെ സാധിക്കും അല്ലേ. R2 is equal to R2 minus R1, R3 is equal to R3 minus R1, R4 is equal to R4 minus R1. ഡയറക്റ്റ് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ R3 is equal to R3 minus ഇതായാലും മതി, ഏത് രീതിയിൽ വേണം ചെയ്യാം. നമുക്ക് അപ്പോൾ 1 1 1 1, R2 is equal to R2 minus, അപ്പോൾ 0 1 2 3 0 2 5 9 0 3 9 and 19. Okay, how do we expand this? Now we expand this along R1. R1 expand ചെയ്യാം. That is equal to first element into, that is 1 into expanding along R1, expanding along R1. R1 expand ചെയ്താൽ കിട്ടും ആദ്യത്തെ element into determinant of the remaining, 1 into determinant of remaining 1 2 3 2 5 9. ഒന്നുകൂടി വേണമെന്ന് നോക്കാം, 1 2 3 2 5 9. Okay, and 3 9 19. Expanding along R1 അല്ല, expanding along C1. ഇതിൽ എക്സ്പാൻഡ് ചെയ്ത് ഇനി അടുത്ത എലിമെൻറ്റിൻ്റെ ബാക്കിയുള്ളതൊക്കെ 0 ഇൻറ്റു -0 +0 എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും. +0 +0 എല്ലാം പ്ലസ്, -0 +0 എല്ലാം 0 ആയി പോകും. ഇനി ബാക്കിയുള്ള ഇതിനെങ്ങനെ നമുക്ക് കഴിയാം? ദിസ് 3/3 ഡിറ്റർമിനൻ്റ്. നിങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ അങ്ങനെ അറിയാം. R2 is equal to R2 minus 2 times R1, R3 is equal to R3 minus 3 times R1. That is 1 2 3. R2 ഇത് 0 ആവും, 5 minus 4 ഇത് 1 ആയി, 9 minus 6 ഇത് 3 ആയി, 3 minus 3 ഇത് 0 ആയി, 9 minus 6 ഇത് 3 ആയി, 19 minus 19 ഇത് 9 ആയി. ഇതിനെ എക്സ്പാൻഡ് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോരെ. 1 into 9 minus 9 0. ഓപ്ഷൻ എന്താ? 0. 1 into 9 minus 9, ആൻസർ 0. അടുത്ത ചോദ്യം 52, 52ാമത്തെ ചോദ്യം. എന്താണ് 52ാമത്തെ ചോദ്യം? രണ്ടാമത്തെ ചോദ്യം നോക്കാം. There is a determinant given. ആ ഡിറ്റർമിനൻ്റ് ABC 0AB B0A അല്ലേ. ABC 0 AB 0 0AB B0A. ഇത് സൈക്ലിക്കാണ് അല്ലേ. B0 ഇത് സൈക്ലിക്കാണ്. ദിസ് ഇസ് ഈക്വൽ ടു 0. സാധാരണഗതിയിൽ നമ്മൾ സൈക്ലിക് എന്ന് പറയുമ്പോൾ ABCBCA ഇതിൻ്റെ വാല്യൂ എത്രയായിരുന്നു? -A+B+C ഓർക്കുന്നുണ്ടോ? ഇൻറ്റു A² + B² + C² -AB -BC -CA. ഇവിടെ ഒറ്റ വ്യത്യാസമുള്ളൂ. എന്താണ്? ഈ R2 R3 അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. AB0 B0A 0AB. തത്വത്തിൽ ഇത് തന്നെയാണ്, പക്ഷേ ഒരു റോ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യും. ദാറ്റ് മീൻസ് ഈ മൈനസ് ഞാൻ അങ്ങോട്ട് ഒഴിവാക്കുന്നു എന്ന് മാത്രം. ബിക്കോസ് ഒരു ഡിറ്റർമിനൻ്റിലെ 2 റോസ് ഇൻ്റർചേഞ്ച് ചെയ്താൽ മൈനസ് ഉണ്ടാവില്ലല്ലോ, അല്ലെങ്കിൽ മൈനസ് അഡീഷണൽ വരും. സോ ഈ മൈനസ് ഞാൻ റിമൂവ് ചെയ്യുന്നു, ബാക്കിയുള്ളത് എഴുതുന്നു. എന്താ ഉണ്ടാവുക? A + B + 0 ഇൻറ്റു A² + B² + 0² എഴുതേണ്ട കാര്യമില്ല, എന്നാലും എഴുതാം. -AB -B into 0 -A into 0. This is given to be 0. That is A plus B into A² plus B² minus AB is equal to 0. A is the cube root of 1, B is the cube root of 1, A by B is the cube root of 1, A by B is the cube root of, അപ്പോൾ cube root 1 ഒരു whole cube. ഓക്കെ, A plus B into A² plus AB minus എന്താ? A cube plus B cube is equal to 0. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ A cube is equal to -B cube. എന്നിട്ടോ
Oh yeah, that means a by b whole cube is equal to minus 1, or a by b is equal to minus 1 raised to 1 by 3, option D, that is the cube root of a by b is the cube root of minus 1. Okay, ഒന്നുകൂടി പറയാം, ഇവിടെ സൈക്ലിക് ആണ്, ബട്ട് ഒറ്റ പ്രശ്നമേ ഉള്ളൂ, രണ്ട് കോളംസ് റോസ് തമ്മിൽ ഇൻഡെക്സ്, അതുകൊണ്ട് മൈനസ് എടുത്തിട്ടില്ല. മൈനസ് എടുത്താലും പ്രശ്നമൊന്നുമില്ല, സെയിം തന്നെ കിട്ടുക, മാറ്റമൊന്നുമില്ല. സോ എ ബൈ ബി ഹോൾ ക്യൂബ് നമ്മൾ ഈ പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ആ സൈക്ലിക് വരുന്ന സമയത്തുള്ള പ്രോപ്പർട്ടി അല്ല, നമ്മൾ ഷോർട്ട് കട്ട് ഉപയോഗിച്ചതാണത്. അടുത്ത ചോദ്യം 53ാമത്തെ ചോദ്യം. എ ഇസ് എ, നോക്കാം എന്താണ്. എ ഇസ് എ സ്ക്വയർ മെട്രിക്സ് of order n such that its elements are polynomial. Its elements are polynomial. Its elements are polynomial. Its elements are polynomial. Its elements are polynomial in X such that its elements are polynomial in X and its R rows become identical when X is equal to alpha. R rows become are identical enna parna, appo aindrathu X is equal to alpha kodukumbol R rows become identical. That means X minus alpha is a factor in all these R rows. X is equal to alpha കൊടുക്കുമ്പോൾ ഐഡന്റിക്കൽ ആവണമെങ്കിൽ എക്സ് മൈനസ് ആൽഫ ഇസ് എ ഫാക്ടർ ഇൻ ദാറ്റ് ഓൾ റൂൾസ്. ദാറ്റ് മീൻസ് അതിൻ്റെ ഡിറ്റർമിനൻ്റ് അകത്ത് എന്തുണ്ടാവും, ദാറ്റ് മീൻസ് ഓരോ റോവിൻ്റെ അകത്തുനിന്നും എക്സ് മൈനസ് ആൽഫ പുറത്തെടുക്കാം. ദാറ്റ് മീൻസ് എക്സ് മൈനസ് ആൽഫ റേസ് ടു ആർ ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. ദാറ്റ് മീൻസ് എക്സ് മൈനസ് ആൽഫ റേസ് ടു ആർ ഇസ് എ ഫാക്ടർ ഓഫ് ഡിറ്റർമിനൻ്റ് ഓഫ് എ. ചോദ്യം 54. ഈ ചോദ്യം നമുക്ക് നോക്കാതെ തന്നെ ഉത്തരം എഴുതാൻ സാധിക്കും അല്ലേ. ഇതിൻ്റെ വാല്യൂ എത്ര നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി. ഇറ്റ് ക്യാൻ ബി ഡയറക്ട്ലി റിട്ടൺ ആസ് എന്താണ്, കോസ് എ സൈൻ എ 0, കോസ് ബി സൈൻ ബി 0, കോസ് സി സൈൻ സി 0 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് അടുത്തത് കോസ് പി സൈൻ പി 0, കോസ് ക്യൂ sin q 0, cos r sin r 0. Okay, so this is equal to 0 into 0, that is ultimately answer is 0. Next question. For a square matrix A and for a square matrix A and a non-singular matrix B of same order, the value of non-singular B is non-singular. Oh, that means that it inverse exist ചെയ്യുന്നു. B is non-singular. Determine B is not equal to 0. That means B inverse exist. Okay, the value of the determinant of B inverse A B. Determinant of AB and the determinant of AB is same as determinant of A into determinant of B. This is equal to straight question, simple. Determinant of B inverse determinant of A into determinant of B. ഇനി ഇതെന്ത് ചെയ്യും, ഇത് വേണമെങ്കിൽ കമ്പൈൻ ചെയ്തിട്ടൊക്കെ എഴുതാം. ഡിറ്റർമിനൻ്റ് ഓഫ് ബി ഇൻറ്റു ബി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡിറ്റർമിനൻ്റ് ഓഫ് ബി ഇൻവേഴ്സ് 1 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് ബി നമ്മൾ നേരത്തെ കണ്ടതാണ്, ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി. അത് രണ്ടും ക്യാൻസൽ ആവും. ദ വാല്യൂ ഇസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ, ഓപ്ഷൻ എ. 56ാമത്തെ ചോദ്യം. Question number 56. X minus A, X minus B, X minus C. Determinant of X minus A, X minus B, X minus C, X minus B. Yes, cyclic ആയിട്ട് വരുന്നു അല്ലേ. ഇവിടെ cyclic ആയിട്ട് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ A അല്ലേ, ഇവിടെ A, ഇവിടെ A, ഇത് B, ഇത് C, ഇത് B, A, B, C,
എ അല്ലേ. സോ സൈക്ലിക്കായിട്ട് എല്ലാം വരുന്നത്, അതെല്ലാം സൈക്ലിക്കായിട്ട് വരുന്നു, റൈറ്റ്. അതുകൊണ്ട് എന്തുണ്ടാക്കാം, നമുക്ക് ഡയറക്റ്റ്ലി വി ക്യാൻ യൂസ് ദിസ്, we can directly use that cyclic result. സൈക്ലിക് റിസൾട്ട് ഉപയോഗിക്കാം. എന്തായിരുന്നു ആ റിസൾട്ട്? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ പ്ലസ്, ഞാൻ ക്യാപിറ്റൽ എഴുതാം, എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി സി മൈനസ് സി എ അല്ലേ. ഇതിനെ എഴുതുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ പ്ലസ് ബിൻ്റെ സ്ഥലത്ത് എന്താ, എക്സ് മൈനസ് എ പ്ലസ് എക്സ് മൈനസ് ബി പ്ലസ് എക്സ് മൈനസ് സി, അപ്പോൾ എത്ര 3x മൈനസ് എ പ്ലസ് ബി പ്ലസ് സി, അതായത് 3x പ്ലസ് എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് സി ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് എ ഇൻറ്റു, അതിനെപ്പറ്റി അത്ര ബോധേഡ് ആവണ്ട, etc etc. This is given to be 0, either this is equal to 0 or this is equal to 0. That means 3x minus a plus b plus c is equal to 0, a plus b plus c is equal to 3x, x is equal to 1 by 3 into a plus b plus c. Option C. Option C. Option C. Okay, question number 57. 57 വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, നമ്മളത് ചർച്ച ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. റീഡർ ബേസ്ഡ്, NCERT റീഡർ ബേസ്ഡ് ക്വസ്റ്റനാണ്, ടെക്സ്റ്റ് ബുക്കിലെ സെയിം ക്വസ്റ്റനാണ്. എന്താണ്, ഈ രണ്ട് മെട്രിക്സുകളും തുല്യമാണ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് വൈ സെഡ് ആൻഡ് എ. ഇത് രണ്ട് മെട്രിക്സുകൾ, ഇക്വാലിറ്റി ഓഫ് ടു മെട്രിക്സ് എന്നുള്ളതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്, ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ്. ഇത് രണ്ടും തുല്യമാണ്, എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു -3. അങ്ങനെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്, ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്. ഇനി ബാക്കിയുള്ളത് ചെക്ക് ചെയ്താൽ മതി. 2x പ്ലസ് വൈ ഓരോന്ന് ഇക്വേറ്റ് ചെയ്യുക, z-1 ഇസ് ഈക്വൽ ടു 3, അപ്പോൾ z ഇസ് ഈക്വൽ ടു 4, z ഇസ് ഈക്വൽ ടു ഇത് തന്നെ ആവണം ഓപ്ഷൻ. ഇത് രണ്ട് ചെക്ക് ചെയ്താൽ ഐദർ ദിസ് ഓർ ദിസ്. ഓക്കെ, ബാക്കിയുള്ള വാല്യൂ കൂടി കണ്ടെത്തിയാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 58. 58 we need to discuss this. ഒരു വലിയ ചോദ്യമാണ്, ഒരു വലിയ ഭീകരമായിട്ടുള്ള ഒരു ഡിറ്റർമിനൻ്റ്. 0 ആൻസർ ഉണ്ടേ, നോക്കാം അല്ലേ, 0 ആവാൻ സാധ്യതയുണ്ട്, 0 ഉണ്ട് തന്നെ, നോക്കാം. A1 A2 A3 etc. are in GP, so that means A2 square is equal to A1 into A3. A3 square is equal to A2 into A4. So that means 2 log A2 is equal to log of A1 plus log A3. Properties of logarithm അല്ലേ. അതേപോലെ തന്നെ 2 times log A3 is equal to log of A2 plus log A4. വളരെ സിമ്പിളാണ് അല്ലേ, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതായത് ഏതെങ്കിലും 2 times ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നമ്പർ is equal to previous number logarithm, 2 times logarithm of a particular number is equal to sum of logarithm of the previous as well as the next. A3 A2 A4 ഒന്ന് മുന്നുള്ളത് ഒന്ന് ശേഷമുള്ളൂ. A2 ആകുമ്പോൾ A1 A3 അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഉള്ളത് log n1 n n2. ഓക്കെ, n1 n ഓക്കെ, n+1 n n2 n+4 n+3 n+5. ഇതിന് മുന്നുള്ളത് ഇതിന് ശേഷമുള്ളൂ, ഇതിന് മുന്നുള്ളത് ഇതിന് ശേഷമുള്ളൂ. ഓക്കെ ഫൈൻ, കിട്ടിയില്ലേ. സോ ദാറ്റ് മീൻസ് 2 times log n+1 is equal to log of n+1 അല്ല an അല്ലേ, 2 times log of an+1 is equal to log of an plus log of an+2. 2 times log an+4 is equal to log an+3 plus log an+5. ഇവിടെ അതേപോലെ 2 log an+7 is equal to log
a n plus 6 plus log a n plus 8. That means ഇതിനെ എല്ലാം മൈനസ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ minus this is equal to 0, minus this is equal to 0, minus this is equal to 0. ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്ന ഡിറ്റർമിനൻ്റ് എടുക്കുക, multiplying and dividing by 2, multiplying c2 is multiplied by 2, c2 multiply 1 by 2 എന്ത് വരും, log of a n plus 3. ഇതൊക്കെ മെൻ്റലി ചെയ്യാവുന്നല്ല, ആൻസർ എത്രയായിട്ട് 0 ആയില്ലേ. ഇവിടെ 2 ടൈംസ് log a n plus 1, 2 ടൈംസ് log a n plus 4, 2 ടൈംസ് log a n plus 7. ഇവിടെയോ log a n plus 2, log a n plus 5, log a n plus 8. ഇതേ രൂപത്തിൽ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, ഇതിൽ ലളിതമായി ചെയ്യാം. ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. 1 by 2 ഇനി ഒറ്റ പ്രോപ്പർട്ടി. വാട്ട് ഈസ് ദ പ്രോപ്പർട്ടി? 2 ടൈംസ് മൈനസ് c2 is equal to c2 minus c1 minus c3. ഇവിടെ എന്ത് വരും? ഇത് തന്നെ വരും. 2 times this minus this minus this. അപ്പോൾ എന്താവും? സെക്കൻഡ് കോളത്തിൽ c2 will be, each element will be what? 0. The value of the determinant will become 0. Clear? അല്ലെങ്കിൽ എന്താ, ഈ 1 by 2 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യേണ്ട, ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി. ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഇതിനങ്ങോട്ട് കൊണ്ടുപോയി ബാക്കിയുള്ളതിനങ്ങോട്ട് കൊണ്ടുപോകാം. സോ c3 ഇങ്ങനെ ഉപയോഗിക്കാം. c3 is equal to c3 minus 2 times c2 minus c1. അങ്ങനെ ആകുമ്പോഴും ഇതേ എക്സ്പ്രഷൻ തന്നെ കിട്ടും. സോ യു ഡയറക്ട്ലി യു ഗെറ്റ് വാല്യൂ ഇസ് 0. നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞതാണ്, വലിയ ഡിറ്റർമിനൻ്റ് ആണ്, ഒന്നും ചെയ്യാനും പറ്റുന്നില്ല, 0 ഉണ്ടെങ്കിൽ ദർ ഇസ് എ ബിഗ് ചാൻസ് ദ ആൻസർ കുഡ് ബി 0 അല്ലേ. പലവട്ടം പറഞ്ഞു, അതിപ്പം അതേപോലെ തന്നെ വരുന്നൊരു അവസ്ഥയാണ് കാണുന്നത്. ഡിറ്റർമിനൻ്റല്ല എപ്പോഴും ഇതങ്ങനെ പറയാറുണ്ട്. റിയൽ എൻട്രൻസ് എക്സാംസ് സാധ്യത കുറവ് അത്തരം ചോദ്യങ്ങൾ പണ്ടൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ അതെല്ലാവരും അത് പീപ്പിൾ ഹാവ് സ്റ്റാർട്ടഡ് യൂസിങ് ദാറ്റ്, ദേ ഡിസൈഡ് ടു ഗിവ് ഇറ്റ് അപ്പ്. അടുത്തത് ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ്. എന്താ? മൈനസ് കോസ് 2x ഡയറക്റ്റ്. 60. The determinant is independent of. The determinant is independent of. The determinant is independent of. ആൽഫ ആണോ ബീറ്റ? അപ്പോൾ ആൽഫ ബീറ്റ എന്തെങ്കിലും ഒന്ന് കളയണം, രണ്ടും കളയാം. അപ്പോൾ ഇതൊന്ന് എക്സ്പാൻഡ്, ഈ ടേം എക്സ്പാൻഡ് ചെയ്താൽ എന്ത് കിട്ടും? ആൽഫ ആവാം ബീറ്റ ആവാം, ഏത് കളയാം എന്ന്. ചിലപ്പോൾ രണ്ടും പോകില്ല, ചിലപ്പോൾ നീതർ ആവാം. ഇൻഡിപെൻഡൻറ്റ് ഇതിനകത്ത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. സോ വാട്ട് ഇസ് ദ കോസ് ആൽഫ, ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് വെക്കാം വെറുതെ. കോസ് ആൽഫ കോസ് ബീറ്റ മൈനസ് സൈൻ ആൽഫ സൈൻ ബീറ്റ. അതേപോലെ ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ആൽഫ കോസ് ആൽഫ സൈൻ ബീറ്റ അല്ലേ. ഇവിടെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സൈൻ ആൽഫ ഉണ്ട്, ഇവിടെ ഒരു സൈൻ ആൽഫ ഉണ്ട്, കോസ് ആൽഫ ഉണ്ട്, കോസ് മൈനസ് ആണെന്ന് മാത്രം. ഇവിടെ ഒരു കോസ് ആൽഫ ഉണ്ട് അല്ലേ, ഇവിടെ ഒരു സൈൻ ആൽഫ ഉണ്ട്, ഇവിടെ മൈനസ് സൈൻ ആൽഫയല്ല, ഇവിടെ മൈനസ് കോസ് ആൽഫയല്ല കോസ് ആൽഫയല്ല. അപ്പം ഇവിടെ സൈന് മാറണം, ഇവിടെ സെയിം സൈന് വരണം. ഓക്കെ, വിൽ ഗോ ഫോർ വി വിൽ യൂസ് ദിസ്. R1 is equal to R1 plus sin beta times R2 minus cos ആൽഫയുടെ കൂടെ എന്നുള്ള കോസ് ബീറ്റ ഉണ്ട് അല്ലേ, കോസ് ആൽഫയുടെ കൂടെ കോസ് ബീറ്റ ഉണ്ട്. അപ്പം മൈനസ് കോസ് ബീറ്റ ടൈംസ് R3. നോക്കാം, ഇത് തന്നെ എടുത്ത് എഴുതാം. കോസ് ആൽഫ കോസ് ബീറ്റ മൈനസ് സൈൻ ആൽഫ സൈൻ ബീറ്റ, ഇതാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. പ്ലസ് എന്ത്? സൈൻ ബീറ്റ ടൈംസ് R2 സൈൻ ആൽഫ മൈനസ് കോസ് ബീറ്റ ടൈംസ് R3. അപ്പോൾ അത് മൈനസ് ആകുന്നത് പ്ലസ് കോസ് ആൽഫയാവും അല്ലേ, പ്ലസ് കോസ് ആൽഫയാവും. ഏതോ ക്യാൻസൽ ചെയ്ത് പോകാം, കോസ് ആൽഫ വേണ്ട. ഇതും പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇതും പ്ലസ് കൊടുത്ത് നോക്കാം, അപ്പോൾ ഇവിടെ മൈനസ് ആയില്ലേ. സോ കോസ് ആൽഫ കോസ് ബീറ്റ സൈൻ ആൽഫ സൈൻ ബീറ്റ
you will get, when you apply this, you will be getting 0 over here. അടുത്ത എന്താണെന്ന് നോക്കാം. മൈനസ് സൈൻ ആൽഫ കോസ് ബീറ്റ മൈനസ് കോസ് ആൽഫ സൈൻ ബീറ്റ പ്ലസ് sin beta times cos alpha plus cos beta times sin alpha. Cos beta, sin alpha, cos alpha, both of them can. This is also 0. ഇനി ഇവിടെ എന്താവും? പ്ലസ് ദിസ് ഇസ് ഇവിടെ വരുന്നത് cos 2 ബീറ്റ പ്ലസ് സൈൻ ബീറ്റ, സൈൻ സ്ക്വയർ ബീറ്റ, ഇവിടെ cos സ്ക്വയർ ബീറ്റ പ്ലസ് 1 സൈൻ ആൽഫ cos ആൽഫ തീർന്നില്ലേ, സൈൻ ബീറ്റ മൈനസ് cos ആൽഫ sin alpha cos beta. എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് expanding along R1 cos 2 beta plus 1 into cos 2 beta plus 1 in ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ sin square alpha plus cos square alpha. So that means cos 2 beta plus 1 into 1. This is ഇതിൻ്റെ അകത്ത് ആൽഫ ഇല്ലത്, it is independent of alpha. Option A. 61ാമത്തെ ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ്, ഇത് നിങ്ങൾ ചെയ്യുക, നമ്മളിത് ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, സെയിം ടൈപ്പ് ആണ്, ട്രൈ ഓൺ യുവർ ഓൺ. ക്വസ്റ്റ്യൻ നമ്പർ 62. ക്വസ്റ്റ്യൻ നമ്പർ 62. ക്വസ്റ്റ്യൻ നമ്പർ 62. ഇഫ് എ ആൻഡ് ബി, എയും ബി തന്നിട്ടുണ്ട്, ദെൻ എ ബി എക്സിസ്റ്റ്, ഒന്നുമില്ല, ഇതിൻ്റെ ഓർഡർ നോക്കി ചെയ്യാവുന്നുള്ളൂ. എ ബി എക്സിസ്റ്റ്, എൻ്റെ ഓർഡർ എത്ര? ഓർഡർ ഓഫ് എ ഇസ് 2/2 ആൻഡ് 3/2. എന്തായാലും എ ബി പറ്റില്ല, എ ബി പറ്റില്ല, ബിക്കോസ് ഇഫ് ആ ഓപ്പറേഷൻ വരണമെങ്കിൽ നമ്പർ ഓഫ് കോളംസ് ഓഫ് ദ സെക്കൻഡ് വൺ ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് ദ റോസ് ഓഫ് സെക്കൻഡ് വൺ. ഇത് രണ്ട് നമ്പേഴ്സും കോമൺ ആയിരിക്കണം അല്ലേ? ആ കോമൺ അല്ല, അതുകൊണ്ട് എ ബി ഡസ് നോട്ട് എക്സിസ്റ്റ്. ബി എക്സിസ്റ്റ് ചെയ്യോ? യെസ്, ബി എ എക്സിസ്റ്റ് ചെയ്യും. എന്തുകൊണ്ടാണ്? ബീൻ്റെ ഓർഡർ 3/2ഉം എൻ്റെ ഓർഡർ 2/2 ആണ്. So there is a common number here, number of columns of second. So B exists. B exists, but AB does not exist. Option D. Question number 63. 63 റീഡറിലെ ചോദ്യമാണ്. എക്സ്പ്രഷൻ മാത്രം ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഓപ്ഷൻ. ഈ ചോദ്യം നമുക്ക് പരിചയമുള്ള ചോദ്യമാണ് അല്ലേ? എന്താണ് ഇത്? മെട്രിക്സ് അല്ല, ശരിക്കും ചോദ്യം ഡിറ്റർമിനൻ്റ് ആണ്. Determinant of 1 plus A 1 1 1 1 plus B 1 1 1 1 plus C. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എ പുറത്തേക്ക് എടുക്കുമ്പോൾ, ദാറ്റ് ഇസ് എ വെറുതെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ മൾട്ടിപ്ലൈയിങ് ആൻഡ് ഡിവൈഡിങ് ബൈ എ ബി സി ഉണ്ടാവും. എന്നിട്ട് അതായത് ഇഫ് R1 എനെ കൊണ്ട് മൾട്ടിപ്ലൈ, ബിനെ കൊണ്ട് മൾട്ടിപ്ലൈ, സീനെ കൊണ്ട് അല്ല ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈങ് ആൻഡ് ഡിവൈഡ്. ഇതിനെ ഡിവൈഡ് ചെയ്യുക എനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കോമ്പൻസേറ്റ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എനെ R1 ഇസ് ഡിവൈഡഡ് ബൈ എ, R2 ഇസ് ഡിവൈഡഡ് ബൈ ബി. അപ്പം എന്താ? 1/a പ്ലസ് 1 1/a 1/a 1/b 1/b പ്ലസ് 1 1/b 1/c 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 plus 1 a b c. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും 1 plus 1/a plus 1/b plus 1/c. എല്ലാത്തിലും കോമൺ ഉണ്ടാവും. ദാറ്റ് ഈസ് R1 is equal to R1 plus R2 plus R3. അത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ഓഫ് ദിസ് ഫോം, ദാറ്റ് ഈസ് എ ബി സി ഇൻറ്റു 1 plus 1/a plus 1/b plus 1/c ആയിരിക്കും. ഈ ഡിറ്റർമിൻ്റെ വരെ സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ മതി. ഇത് റീഡറിൽ നമ്മൾ നോട്ട്ബുക്കിലൊക്കെ ഉള്ള സാധനം, അതുകൊണ്ടാണ് ഞാൻ അത്ര പെട്ടെന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ബി സി ഇൻറ്റു 1 പ്ലസ്, ഇതാണ് ഇവർ ഉദ്ദേശിച്ചത്, സിഗ്മ 1/a. അതാണ് ഇവർ ഉദ്ദേശിച്ചത്. ഈ നൊട്ടേഷൻ മാത്രമേ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുള്ളൂ, കാരണം അത് ഉദ്ദേശിച്ചിരിക്കുന്നത് 1/a plus 1/b plus 1/c, അതാണ് ഇവരുടെ ഉദ്ദേശം. സോ ഓപ്ഷൻ സി. ഇത് നമ്മൾ റീഡറിൽ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഡിസ്ക്രിപ്റ്റീവിൽ എല്ലാവരും ചെയ്ത ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. മെത്തേഡ് മാത്രം പറഞ്ഞിരിക്കുന്നത്, R1 plus R2 plus R3 എടുക്കുക, കോമൺ എടുക്കുക. ഓക്കെ, ചോദ്യം 64. ക്വസ്റ്റ്യൻ നമ്പർ 64. ചെറിയ ചെറിയ ചോദ്യങ്ങളാണ്.
ഇതിൻ്റെ അകത്ത് നിന്ന് എ സ്ക്വയർ കണ്ടുപിടിക്കുക. പറയേണ്ട കാര്യമില്ല, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, എ സ്ക്വയർ കണ്ടുപിടിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ, നോട്ട് ഗോയിങ് ടു ബി ആസ്ഡ്. 65ാമത്തെ ചോദ്യം ഒരു പൊട്ടൻഷ്യൽ ചോദ്യമാണ്, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അല്ലെങ്കിൽ ആ തരത്തിലൊരു ചോദ്യം. ഇഫ് n is not a multiple of 3 and 1 omega omega cube omega square are the cube root of unity, then determinant of matrix അല്ല determinant of ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 1 omega and omega square are cube root of unity. Cube root of unity, 1ൻ്റെ cube root of 1 അല്ലേ. സോ 1 plus omega square is equal to 0. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. അറിയാത്തവരാരും ഉണ്ടാവില്ല. കോംപ്ലക്സ് നമ്പർ പഠിച്ചതിനെ കൊണ്ട് തന്നെ ഇത് അറിയാമെന്ന് വിചാരിക്കുന്നു. എല്ലാ കോംപ്ലക്സ് നമ്പർ പഠിച്ചതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ടാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. വാട്ട് ഇസ് ഒമേഗ ക്യൂബ്? ഒമേഗ ക്യൂബ് ഇസ് ഈക്വൽ ടു 1. ഒമേഗ റേസ് ടു 6 അതും 1 അല്ലേ. കാരണം ഒമേഗ ക്യൂബ് എന്ന് പറയുമ്പോൾ ഒമേഗ 6 എന്ന് പറയുമ്പോൾ ഒമേഗ ക്യൂബ് ഹോൾ റേസ് അത് 1. ഒമേഗ റേസ് ടു 9 that was also same as omega cube whole cube, that is equal to what is omega raised to 4, that is omega cube into omega, that is same as 1 into omega or omega. ഒമേഗ 3ൻ്റെ ഇത് ഒമേഗേൻ്റെ പവർ 3ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എല്ലാം വാല്യൂ 1 ആണ്. സാധാരണഗതിയിൽ 1 പ്ലസ് ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ എന്താണ്? ഇറ്റ്സ് 0. 1 പ്ലസ് ഒമേഗ ക്യൂബ് പ്ലസ് ഒമേഗ റേസ് ടു 6 0 ആണോ? അല്ല. കാരണം എന്താ? ദിസ് ഇസ് 1, ഇതും 1 പ്ലസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 3. അപ്പോൾ ഒരു ചോദ്യം, 1 പ്ലസ് ഒമേഗ റേസ് ടു 4 പ്ലസ് ഒമേഗ റേസ് ടു 8 ആകെ പ്രശ്നമായി. 1 പ്ലസ് ഒമേഗ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ ഒമേഗ തന്നെയാണ്. ഒമേഗ റേസ് ടു 8 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ, ദാറ്റ് മീൻസ് സെയിം ആസ് ഒമേഗ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 അല്ലേ. 1 പ്ലസ് ഒമേഗ പ്ലസ് ഒമേഗ. അപ്പോൾ ചില കേസുകൾ ദാറ്റ് മീൻസ് വി ക്യാൻ ജനറലി സേ 1 പ്ലസ് ഒമേഗ റേസ് ടു n plus omega raised to n whole square has 2 values. This is equal to 3. 1 plus omega raised to n plus omega raised to n whole square has 2 values. This is equal to 3 if n is a multiple of 3. n is equal to n is a multiple of 3. This is equal to 0 otherwise. അതായത് ഈ കേസിൽ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഡയറക്ട്ലി 0 ആണ്, കാരണം 3നെ മൾട്ടിപ്പിൾ അല്ല. 1 പ്ലസ് ഒമേഗ റേസ് ടു 6 പ്ലസ് ഒമേഗ റേസ് ടു 12 ഡയറക്ട്ലി 3 ആണ്, കാരണം 3നെ മൾട്ടിപ്പിൾ ആണ് ഇവിടെ കിടക്കുന്നത്. 1 പ്ലസ് ഒമേഗ റേസ് ടു 4 പ്ലസ് ഒമേഗ റേസ് ടു 8 അത് 0 ആണ്, കാരണം n-ന് 3നെ മൾട്ടിപ്പിൾ അല്ല. ഇതാണ് ഇവിടുത്തെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഇഫ് n is not a multiple of this 3 then 1 plus omega ഓക്കെ. ഇതിൻ്റെ ഡിറ്റർമിൻ്റെ വാല്യൂ എന്താണെന്നുള്ള ഇത് ഞാനൊന്നും കൂടി ഇവിടെ പകർത്തി ചോദ്യം ഒന്നുകൂടി പേസ്റ്റ് ചെയ്യാം. ഓക്കെ. സോ നത്തിങ് ഇസ് ടു ബി ഡൺ. വലിയ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. R1 is equal to R1 plus R2 plus R3. So the determinant will be 1 plus omega raised to n plus omega raised to 2n, 1 plus omega raised to n plus omega raised to 2n, 1 plus omega raised to n plus omega raised to 2n. ബാക്കിയുള്ളത് omega raised to 2n, 1 omega raised to n. ഞാനിനി പറയണ്ടല്ലോ. omega raised to n, omega raised to 2n, 1. ഇതിൻ്റെ ഫസ്റ്റ് റോ എന്താവും? കംപ്ലീറ്റ് 0 ആവും. സോ ദ വാല്യൂ ഓഫ് ദി ഡിറ്റർമിനന്റ് ഇസ് 0. ഓപ്ഷൻ എ. 66ാമത്തെ ചോദ്യം. Question number 66. Question number 66. The product of the matrix is equal to, നിങ്ങൾ കണ്ടാൽ മതി, വളരെ സിമ്പിൾ. പക്ഷേ ചില ആൾക്കാർക്ക് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ ചെറിയൊരു സംശയം വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഓർഡർ ആ രണ്ടെണ്ണത്തിന് എടുക്കാം. 1 minus 2 3. ഇതിൻ്റെ ഓർഡർ വന്നിരിക്കുന്നത് 3/1 ഇൻറ്റു അടുത്തത് 4 5 2 1/3. So the product will be what? A 3/3 matrix. 3/3 matrix ആയിരിക്കും. എന്തായിരിക്കും? ആദ്യത്തത് 4 5 2, രണ്ടാമത്തത് -8 -10 -4
4 3 is 12, 15 and 2 3 is 6. ഇനി അടുത്ത എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ദിസ് ഇസ് 2 മൈനസ് 3 5. എന്തായിരിക്കും ഇതിൻ്റെ ഓർഡർ? 3/1. സോ ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ ദ റിമൈനിങ് വിൽ ബി എ 3/1 മെട്രിക്സ്. ഇതുകൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. 4 2 is 8 മൈനസ് 15 പ്ലസ് 10, 18 മൈനസ് 3, ആദ്യത്തെ 3 തന്നെ വന്നു ഫസ്റ്റ്. അതേമാതിരി ബാക്കിയുള്ള വാല്യൂസും കൂടി കണ്ടുപിടിക്കാം. മൈനസ് 16 പ്ലസ് 30 മൈനസ് 20. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 26 30 മൈനസ് 36 30 മൈനസ് 6. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി അതും കൂടി ചെക്ക് ചെയ്ത് തേർഡ് വാല്യൂ കൂടി ചെക്ക് ചെയ്ത് ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആയിരിക്കും തേർഡ് വാല്യൂ, ഡിപ്പെൻഡിങ് ഓൺ ദ തേർഡ് വാല്യൂ. ക്വസ്റ്റ്യൻ നമ്പർ 67. 67ാമത്തെ ചോദ്യം. എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 67. എ ഒരു 2/2 മെട്രിക്സ് തന്നിട്ടുണ്ട്. Then the matrix A square, the matrix A square minus 9A plus 14I. ഒന്നും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ലത്. A square minus 9A plus 14I square, I square same as I. ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന ചോദ്യം. ഇത് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് A square കാണും, 9A കാണും, 14I സബ്സ്റ്റിറ്റ്യൂട്ടും, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ആ രീതി ചെയ്താൽ ഇതിൻ്റെ ഉത്തരം കിട്ടും, തെറ്റൊന്നുമില്ല. മറ്റൊരു രീതിയും കൂടി പറയാം, ഒരു ഷോർട്ട് കട്ട്, ഒരു മെത്തേഡ്. അത് ഒരു തിയറമാണ്. ആ തിയറത്തിൻ്റെ പേര് പറഞ്ഞ് ഞാൻ പേടിപ്പിക്കുന്നില്ല, മറിച്ച് ആ കാര്യം മാത്രം പറയാം. ഏതൊരു സ്ക്വയർ മെട്രിക്സ് എടുത്താലും കോൺസെപ്റ്റ് ഇതാണ്. എവറി സ്ക്വയർ മെട്രിക്സ് ഓർത്ത് വെക്കുക. സ്ക്വയർ മെട്രിക്സ് satisfies the equation. ഈ ഇക്വേഷനൊരു പേരുണ്ട്, തിയറത്തിനൊരു പേരുണ്ട്, അതൊന്നും പറയുന്നത്. ഇക്വേഷൻ ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ഡെൽറ്റ ഐ ഈക്വൽ ടു 0. ഇതിന് പറയുന്ന പേര് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്നാണ്. ഞാൻ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്നുള്ള വാക്ക് വേണമെങ്കിൽ നമുക്ക് ഓർത്ത് വെക്കാം. അതിന് മുകളിലേക്ക് ഓർക്കുന്നുണ്ടോ? വേണ്ട, അതിനൊരു തിയറത്തിന് പേരുണ്ട്. രണ്ട് ആൾക്കാരുടെ പേര് ചേർന്നിട്ടുള്ള, രണ്ട് മാത്തമാറ്റീഷ്യൻസിൻ്റെ പേര് ചേർന്നിട്ടുള്ള പേരാണ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇപ്പോൾ. അപ്പോൾ ഏതൊരു സ്ക്വയർ മെട്രിക്സും ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ഡെൽറ്റ ഐ ഈസ് ഈക്വൽ ടു, ഇതിന് പറയുന്ന പേര് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. സ്റ്റിക് ഇക്വേഷൻ. ഇനി എന്താണ് ഇപ്പോൾ ഇതിൻ്റെ അത് ചെയ്യാനുള്ളത്? ഡിറ്റർമിനൻ്റ് ഓഫ് ഈ ഒരു എക്സാമ്പിൾ എടുക്കാം. മറ്റൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ഞാൻ ഒരു 3/3 നമുക്ക് തരാൻ പറ്റുമെങ്കിൽ നോക്കാം. എ മൈനസ് ഡെൽറ്റ ഐ എന്തായിരിക്കും? എ മൈനസ് ഡെൽറ്റ ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 3. ഇത് മെൻ്റലി ചെയ്യാവുന്നൊരു കാര്യം മാത്രമാണ്. ഡെൽറ്റ ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ 0 0 ഡെൽറ്റ ടൈംസ് ഐ, ഡെൽറ്റ ടൈംസ് 1001. That is equal to 4 minus lambda. This is equal to 4 minus lambda 3 2 5 minus lambda. That is now characteristic equation. Delta a minus lambda, determinant of a minus lambda is equal to 0. That is ഇത്രയേ ഉള്ളൂ. ഒരു ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷനിലേക്ക് എത്താൻ ഒന്നും വേണ്ട. ഡിറ്റർമിനൻ്റ് ഓഫ് ഇത്ര മാത്രം ചെയ്താൽ ഡയഗണൽ എലിമെൻസിൻ്റെ അകത്ത് ലാംഡ സബ്ട്രാക്ട് ചെയ്യാം, ബാക്കിയുള്ളത് അതേപോലെ തന്നെ അങ്ങ് വെച്ചേക്കുക. എന്താ ഞാൻ പറഞ്ഞത്? ഡയഗണൽ എലിമെൻസിനകത്ത് ലാംഡ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് എ മൈനസ് ലാംഡ ഐ ഡയറക്ട്ലി. ഓക്കെ, അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കാം. ദിസ് ഇസ് ഈക്വൽ ടു 4 minus lambda into 5 minus lambda minus 6 is equal to 0. 4 5 is 20 minus 9 lambda plus lambda square minus 6 is equal to 0. Lambda square minus 9 lambda plus 14 is equal to 0.
എന്താ ഇവിടെ ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത്, തിയറം, ഐ മീൻ ആ പ്രോപ്പർട്ടി പറഞ്ഞിരിക്കുന്നത് എവറി സ്ക്വയർ മെട്രിക് സാറ്റിസ്ഫൈസ് ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ എന്താ, ഇതാണ് എവറി എ മൈനസ് ലാംഡ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇതാണ്. ദിസ് ഇസ് ദാറ്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇതിൻ്റെ അകത്ത് ഈ ഇക്വേഷൻ്റെ അകത്ത് 1 സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞാൽ 1 അതിന് വേരിയബിൾ, എന്താ വേരിയബിൾ ലാംഡ. അപ്പം എവറി സ്ക്വയർ മെട്രിക്സ് വേണമെങ്കിൽ എ ആക്കാം. എവറി എ സ്ക്വയർ മെട്രിക്സ് എ സാറ്റിസ്ഫൈസ് ദ ഇക്വേഷൻ, ദിസ് ഇക്വേഷൻ. ഇതിനകത്ത് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എ സ്ക്വയർ മൈനസ് 9a പ്ലസ് 14 എന്ന് പറഞ്ഞാൽ നിൽക്കില്ല. 14 എന്ന് പറഞ്ഞാൽ മെട്രിക്സ് ആകുമ്പോൾ 14i ഇസ് ഈക്വൽ ടു 0. എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, എ സ്ക്വയർ മൈനസ് 9a പ്ലസ് 14i എന്നാ ചോദിക്കുന്നത്. വാല്യൂ ഇസ് ബിക്കമിങ് 0. ഓക്കെ, ഇതേപോലെ മറ്റൊരു ചോദ്യം ഞാൻ തരാം. ഒരു 3/3 ആവട്ടെ നമുക്ക്. എന്താണ്, ഒരു മെട്രിക്സ് എടുക്കാം. കൺസിഡർ എ മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു 1, ഒരു 1 ആവാം, 0 2 0 2 1 2 3 അല്ല 0 3. അപ്പം അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് a cube minus 6a square plus 7a plus 2i plus 2i. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഒന്ന് ശരിക്കും എ ക്യൂബ് കാണണം, എ സ്ക്വയർ കാണണം, എ കാണണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്കെന്താ, ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 എടുക്കാം. എവറി സ്ക്വയർ മെട്രിക്സ് സാറ്റിസ്ഫൈസ് ദിസ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം, എന്താ വെച്ചാൽ ഡയഗണൽ എലിമെൻറ്റ്സിൻ്റെ അകത്ത് നിന്ന് ലാംഡ സബ്ട്രാക്ട് ചെയ്യണം. ഇതൊരു 3rd ഡിഗ്രി ആണല്ലോ അല്ലേ വരിക. ഓക്കെ, ഓഫ് കോഴ്സ് 3rd ഡിഗ്രി വേണമല്ലോ അല്ലേ. 2 0 3 മൈനസ് ലാംഡ. സോ 1 മൈനസ് ലാംഡ ഇൻറ്റു 2 മൈനസ് ലാംഡ ഇൻറ്റു 3 മൈനസ് ലാംഡ മൈനസ് 0. ഫസ്റ്റ് എലിമെൻറ്റ് എക്സ്പാൻഡ് ചെയ്തു, മൈനസ് സെക്കൻഡ് എലിമെൻറ്റ് 0, തേർഡ് എലിമെൻറ്റ് പ്ലസ് 2 ഇൻറ്റു ഇതും പോയി, ഇത് മുഴുവൻ പോയി. അപ്പം 2 ഇൻറ്റു 0 മൈനസ് 2 ടൈംസ് 2 മൈനസ് ലാംഡ ദിസ് ഇസ് ഈക്വൽ ടു 0. ഇതെന്താണെന്ന് നോക്കാം നമുക്ക്. 1 മൈനസ് ലാംഡ അവിടെ നിൽക്കട്ടെ. 6 മൈനസ് 5 ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ മൈനസ് 4 പ്ലസ് 4 അല്ല, 2 2 4 4 2 8 മൈനസ് 8 പ്ലസ് 4 ലാംഡ പ്ലസ് 4 ലാംഡ ഈക്വൽ ടു 0. ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് 6 മൈനസ് 5 ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ മൈനസ് 6 ലാംഡ പ്ലസ് 5 ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ ക്യൂബ് മൈനസ് 8 പ്ലസ് 4 ലാംഡ ഈക്വൽ ടു 0. നോക്കാം. മൈനസ് ലാംഡ ക്യൂബ്, ലാംഡ സ്ക്വയർ എത്ര ഉണ്ട്, 2 ടേം ഉണ്ട്, പ്ലസ് 6 ലാംഡ സ്ക്വയർ, ലാംഡ 3 ടേം ഉണ്ട്, മൈനസ് 11ഉം പ്ലസ്സോ മൈനസ് 7 ലാംഡ, പിന്നെ കോൺസ്റ്റൻറ്റ് ടേംസ് 8ഉം 6ഉം മൈനസ് 2 ഈക്വൽ ടു 0. ഒരു മൈനസ് കൊണ്ട് അങ്ങോട്ട് മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ലാംഡ ക്യൂബ് മൈനസ് 6 ലാംഡ സ്ക്വയർ പ്ലസ് 7 ലാംഡ പ്ലസ് 2 ഈക്വൽ ടു 0. എന്താ നമുക്ക് വേണ്ടത്, എ ക്യൂബ് മൈനസ് 6a സ്ക്വയർ പ്ലസ് 7a പ്ലസ് 2i ഈക്വൽ ടു 0. The value of this part is equal to 0. Characteristic equation. ഓക്കെ, എവറി സ്ക്വയർ മെട്രിക്സ് സാറ്റിസ്ഫൈസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യം ഇത് ഡിസ്ക്രിപ്റ്റീവ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. മെത്തേഡ് കാലി ഹാമിൽട്ടൺ തിയറി എന്നാണ് പറയുന്നത്, പേര് ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ കേട്ടിട്ടില്ല. അപ്പോൾ സോ ദ തിങ് ഇസ് യു കെൻ നോട്ട് യൂസ് ദിസ് ഫോർ ഡിസ്ക്രിപ്റ്റീവ്, ഓൺലി ഒബ്ജക്റ്റീവിന് മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡാണിത്. പ്രിസ്ക്രൈബ്ഡ് അല്ല, റീഡറിൽ പറയാത്ത മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം 68ാമത്തെ ചോദ്യം. അറുപത്തിയെട്ടാമത്തെ ചോദ്യം.
അപ്പോൾ 68ാമത്തെ ചോദ്യം എ ബി is given to be I. So that means implies that B is equal to A inverse, that is equal to adjoint of A divided by determinant of A. Adjoint of A എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ adjoint of A directly കണ്ടുപിടിക്കാം. അങ്ങനെ interchange the diagonal elements, change the sign of the off diagonal, tan theta by 2, tan theta by 2, and determinant A this minus, so 1 plus tan square theta by 2. This is equal to ഇതെന്താവും sec square, 1 by sec square എന്ന് പറഞ്ഞാൽ cos square theta by 2. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ it is nothing but ഇതും ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ when you compare these two it's nothing but into A transpose, option B. അടുത്ത ചോദ്യം 69. ചോദ്യം 69. ഈ ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ the product of these matrices, this and this matrix, where theta and psi differ by an odd multiple of pi by 2. സമാനമായിട്ടുള്ളൊരു ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. നോക്കാം എവിടെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 48. അതാ ഈ ആൽഫ ഇൻറ്റു ഈ ബീറ്റ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അവിടെ ഡിറ്റർമിൻ്റ് ആണ്, ഇവിടെ മെട്രിക്സ് ആണ്. സമാനം മൾട്ടിപ്ലൈ ചെയ്യുന്നത് കിട്ടുന്ന റിസൾട്ട് ഏകദേശം പാറ്റേൺ കൊണ്ട് ഒന്നാവും, സമാനമായി വരും. സോ വാട്ട് യു ക്യാൻ ഡു ഇസ് യു വിൽ ആ ക്വസ്റ്റ്യൻ നോക്കുക, അതേപോലെ തന്നെ ഇതൊന്ന് അറ്റംപ്റ്റ് ചെയ്ത്. ഓൺലി ഡിഫറൻസസ് മെട്രിക്സ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ആൽഫ മൈനസ് ബീറ്റ, ഹിയർ ഇറ്റ് ഇസ് ഗിവൺ ആൽഫ ആൻഡ് ബീറ്റ ഡിഫർ ബൈ, ദാറ്റ് മീൻസ് ആൽഫ മൈനസ് ബീറ്റ is equal to odd multiple, it's a multiple, odd multiple, pi by 2 ആവാം, 3 pi by 2 ആവാം. എവിടെ വന്നാലും എന്ത് വന്നാലും cos of alpha minus beta ഇതിനകത്ത് വരും, that will be equal to 0. Most probably all the values will be 0. A will be the answer. ശ്രമിച്ച് നോക്കാം, ഒന്ന് ട്രൈ നോക്കാം. അടുത്ത question number 70. The A is given, a matrix A is given, find the value of A square. ചോദ്യം വലിയ അത്ര ബുദ്ധിമുട്ടുള്ള ചോദ്യമൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യം. A square, how can I find A square? A square is equal to cos alpha sin alpha minus sin alpha cos alpha into cos alpha sin alpha minus sin alpha cos alpha. ആദ്യത്തെ എലിമെൻ്റ് തന്നെ എന്ത് കിട്ടും? cos square alpha minus sin square alpha, cos 2 alpha. അടുത്തത് cos alpha sin alpha cos alpha, sin 2 alpha. ഇനി മൈനസ് sin alpha cos alpha minus 2 sin 2 alpha. ഇത്രയും ഉള്ളത് ഏതുണ്ടാവും? ഓൺലി ദിസ്, ഓപ്ഷൻ ബി. നാലാമത്തത് കാണേണ്ട ആവശ്യമില്ല. 71. The inverse of this matrix, ഒരു 2 by 2 matrix തന്നിട്ടുണ്ട്, where a square plus b square plus c square plus d is equal to, ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്, ഇതിനെ a എന്ന് വിളിക്കാം, this is taken as a. So you have been asked to find a inverse, that is equal to adjoint of a divided by determinant of a, adjoint of a by determinant of a, adjoint of a divided by determinant of a, adjoint of a divided by determinant of a. So this is equal to adjoint of a divided by determinant of a, adjoint 2 by 2 and adjoint. So what we can do is 2 by 2 and adjoint, interchange the diagonal elements, multiply this by the off diagonals by minus, so minus c minus id, c minus id divided by determinant the a plus ib into a minus ib minus c plus id into minus c plus id. When you add those, ഇവിടുത്തെ നോക്കുമ്പോൾ a square plus b, ഇതെല്ലാം കൂടി നോക്കുമ്പോൾ a square plus b square plus c square plus d square വരും. That is given to be 1. So the inverse will be this, a minus ib minus c minus id, c minus id, and option C. Question 72.
Question 72. A into A transpose. Just A into transpose consider. I mean, do it. A into A transpose. So cos theta sin theta varum. Simple, direct. അത് പറയേണ്ട കാര്യമൊന്നുമില്ല. 73ാമത്തെ ചോദ്യം. Adjoint of this. ഇതൊന്നും ഡിസ്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് അല്ല, ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്, അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. ഫൈൻഡ് ദ adjoint ഓഫ് ദിസ്. ഇതിൻ്റെ adjoint. ഫൈൻഡ് ദ adjoint ഓഫ് എ 3x3 മെട്രിക്സ്. നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് അവിടെ പല തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അതെടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് എഴുതുക. adjoint കണ്ടുപിടിക്കുക. adjoint വിൽ ബി ഇതിൻ്റെ adjoint മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് വിൽ ബി എ ഓർ എ ട്രാൻസ്പോസ്. ഇത് നേരെ adjoint, വേറൊന്നുമില്ല, സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 74. സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. If TP, TQ, TR are the Pth, Qth terms of an AP, ഒരു APയുടെ Pth term TP is equal to R, TQ is equal to Q, and TR is equal to R. TP A plus P minus 1 into D is equal to P. Are the Pth terms, അല്ലേ? P, okay, P പറഞ്ഞിട്ടില്ല. Are the Pth terms എന്ന PQR പറഞ്ഞിട്ടില്ല. TP, TQ and TR are the Pth terms. Pth term A plus P minus 1 into D, that is TP. This is equal to A plus Q minus 1 into D, and this is A plus R minus 1 into D. So TP ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ obviously most probably the answer will be എന്തായിരിക്കും? 0 ആയിരിക്കും. നോക്കാം. A plus P minus 1 into D, A plus Q minus 1 into D, A plus R minus 1 into D. P, Q, GPയുടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, ലോഗ് അതേപോലെ തന്നെ. ഇനി എന്തുണ്ടാവും? ദിസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സം ഓഫ് ടു ഡിറ്റർമിനൻസ്. ആദ്യ ഡിറ്റർമിനൻ്റ് എന്ത് വരും? A P Q R 1 1 1. ഇതിൻ്റെ വാല്യൂ എന്താ? ഇതിൻ്റെ വാല്യൂ 0. ഇതേപോലെ അടുത്തത് എന്താ? P minus 1 into D, Q minus 1 into D, and R minus 1 into D. P Q R 1 1 1. Now in this you can take this part is 0 plus D can be taken outside. So P minus 1 ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ല, remaining is yours. P Q R 1 1 1. I mean ഒന്നുകിൽ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ P this will be two rows will be identical. Two rows will be C1, sorry, R1 is equal to R1 plus R3 ചെയ്താൽ അവിടെ PQR വരും. So the value is 0 plus D into again 0. The ultimate value is 0. Option question number അതിൽ ഓപ്ഷൻ C. ഇനി അടുത്ത ചോദ്യം question number 75. നമ്മൾ so question number 75. Question number 75. ഇത് സമാനമായൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്, എന്നാലും നമുക്ക് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. SR is equal to a determinant. SR is equal to a given dependent 3/3 determinant തന്നിട്ടുണ്ട്. You have been asked to find sigma R is equal to 1 to n. Sigma R is equal to 1 to n SR is equal to എവിടെയാണോ R ഉള്ളത് അവിടെയൊക്കെ സിഗ്മ കൊടുക്കാം. സിഗ്മ റേഞ്ച് ഞാൻ എഴുതുന്നത്, ദാറ്റ് മീൻസ് R is 1 to n എന്നുള്ളത് ഞാൻ എഴുതുന്നില്ല, 2R. സിഗ്മ അത് അണ്ടർസ്റ്റുഡ് ആണ്, എഴുതുന്നില്ല, -1 ആൻഡ് സിഗ്മ 4R cube minus 2nR. ബാക്കി വരുന്നത് x, y, z, n into n plus 1, n square into 2n plus 3 and n cube into n plus 1. ഇത്രയാണ് വരുന്നത്. ഇതിൽ ഓരോന്നിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം.
sigma 2r, r is equal to 1 to n. 2 പുറത്തെടുത്തു, sigma r is equal to 1 to n of r എന്ന് പറഞ്ഞാൽ 2 times ആറിന് ഓരോ വാല്യൂ കൊടുക്കുക, അതായത് 1 2 3 എക്സെട്ര അപ് ടു n. ഒന്നുമില്ല, സിഗ്മ, ദിസ് ഇസ് സെയിം ആസ് സിഗ്മ n, 2 into n into n plus 1 by 2. ദിസ് ഇസ് ഈക്വൽ ടു n into n plus 1, n സ്ക്വയർ അല്ല വേണ്ട, n സ്ക്വയർ വേണ്ട, ഇവിടെ തന്നെ നമുക്ക് n into r. So that means most probably the value of this determinant will be 0. കാരണം എന്താ, 2 columns will be identical അല്ലേ. z n സ്ക്വയർ ഇൻറ്റു 2n പ്ലസ് 3 ഒന്ന് വേണമെങ്കിൽ നമുക്ക് കൺഫേം ചെയ്തേക്കാം, n ക്യൂബ് പ്ലസ് 1. അടുത്തത് സിഗ്മ 6r സ്ക്വയർ മൈനസ് 1. ദിസ് ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു സിഗ്മ ആർ സ്ക്വയർ മൈനസ് സിഗ്മ 1. ദിസ് ഈക്വൽ 6 ഇൻറ്റു റേഞ്ച് കൊടുത്തു നോക്കിയാൽ മതി. എന്ത് വരും, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡ് ബൈ 6. നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി 6 അവിടെ തന്നിട്ടുണ്ട്, മൈനസ് n. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ n അവിടെ നിർത്താം, 2n സ്ക്വയർ പ്ലസ് 3n പ്ലസ് 1 മൈനസ് n, ദറ്റ് ഈസ് ഈക്വൽ ടു 2n ക്യൂബ് പ്ലസ് 3n സ്ക്വയർ പ്ലസ് n മൈനസ് n, എന്നും ക്യാൻസൽ ചെയ്ത്, ദറ്റ് ഈസ് ഈക്വൽ ടു n സ്ക്വയർ ഇൻറ്റു 2n പ്ലസ് 3, n സ്ക്വയർ ഇൻറ്റു 2n പ്ലസ് 3. വെരി ഗുഡ്, n സ്ക്വയർ ഇൻറ്റു 2n പ്ലസ് 3. ഒന്ന് നോക്കാമല്ലോ, അടുത്തത് ചെയ്തതേമാതിരി സിംപ്ലിഫൈ ചെയ്ത് എവിടെ കൊടുക്കാം, ആർ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്ത് വരും, 4 ഇൻറ്റു അടുത്തത് 4 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ വരും. അവിടെ 4ഉം കൂടി ക്യാൻസലാവും, n പ്ലസ് പിന്നെന്ത് വരും, മൈനസ് 2 ഇൻറ്റു n ഇൻറ്റു അവിടെ ഒരു n ഇൻറ്റു n പ്ലസ് 1 ബൈ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് തന്നെ വന്ന് ചേരും, നോക്കിയാൽ മതി. സോ അൾട്ടിമേറ്റ്ലി വാട്ട് ഹാപ്പൻസ്, 2 columns are C1 and C3 are identical, therefore the value of the determinant is equal to 0. Value of the determinant is 0. It is independent of x, y, z and n. ഒന്നിനും ഡിപ്പെൻഡൻ്റ് അല്ല, independent of all the variables. It's a constant and 0 independent of all the variables. അടുത്ത ചോദ്യം, 76ാമത്തെ ചോദ്യം, question number 76. A square matrix can always be expressed as, a square matrix can always be expressed as sum of diagonal matrix, sum of symmetric matrix എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് എന്താണെന്ന് നോക്കാം. A square matrix can always be expressed as, നമുക്കറിയാം sum of diagonal matrix and symmetric matrix അല്ല, every square matrix can be expressed as, every square matrix can be expressed as sum of a symmetric as well as skew symmetric matrix അല്ലേ, plus half into A minus A transpose. ഇതെന്താ, this is symmetric and this is skew symmetric അല്ലേ, theoretical concept ആണ്. So option C, sum of symmetric and a skew symmetric matrix. Symmetric and a skew symmetric matrix. അടുത്ത ചോദ്യം, question number 77. 77 78 ഒന്നിച്ചെടുക്കാം. In the order that the matrix be non-singular, lambda should not be equal to, non-singular ആവണമെങ്കിൽ എന്താണ്, nothing but പ്രത്യേകിച്ച് ഒന്നുമില്ല, determinant of A not equal to 0. അപ്പോൾ അതിൻ്റെ അകത്ത് lambda not equal to something എന്തെങ്കിലും കിട്ടും. ഫോർ എക്സാമ്പിൾ ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ lambda minus 3, ഒരു ഉദാഹരണം പറഞ്ഞു, നോട്ട് ഈക്വൽ ടു 0. സോ ലാംഡ നോട്ട് ഈക്വൽ ടു 3 എന്താണോ വാല്യൂ ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 കൊടുക്കുക. അടുത്ത ചോദ്യം, മെട്രിക്സ് ഇസ് നോട്ട് ഇൻവേർട്ടിബിൾ ഇഫ് എന്താ, ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0. രണ്ടും സമാനം, ഒന്ന് നോട്ട് ഈക്വൽ ടു 0, ഇത് ഈക്വൽ ടു 0. അതിൻ്റെ അകത്ത് നിന്ന് സോൾവ് ഫോർ എ. 79ാമത്തെ, the value of the third order determinant is, value of a third order determinant is 11. The value of the determinant of its cofactors will be, there is a third order determinant A
വേണമെങ്കിൽ നമുക്ക് എ ഇസ് ദ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഒരു മെട്രിക്സ് ആണെന്ന് വിചാരിക്കാം. എന്താണ് A11, A12, A13 എക്സെട്ര A31, 33 അല്ലേ. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു 11. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദി ഡിറ്റർമിനൻ്റ് ഓഫ് കോഫാക്ടർ? ഓർക്കുന്നുണ്ടോ? ഡിറ്റർമിനൻ്റ് ഓഫ് കോഫാക്ടർ, ഡിറ്റർമിനൻ്റ് ഓഫ് കോഫാക്ടർ മെട്രിക്സ് എന്നാ പറഞ്ഞത്. വാട്ട് ഇസ് കോഫാക്ടർ? കോഫാക്ടർ ട്രാൻസ്പോസ് ഓഫ് ദ adjoint അല്ലേ. ട്രാൻസ്പോസ് ഓഫ് ദ adjoint, കോഫാക്ടർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോസ് ഓഫ് ദ adjoint. ഡിറ്റർമിനൻ്റ് ഓഫ് adjoint ഓഫ് എ is same as determinant of edge A. കാരണം റീസൺ എന്താ? ഡിറ്റർമിനൻ്റ് ഓഫ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് കോഫാക്ടർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് വെച്ചു, കോഫാക്ടറിൻ്റെ എലിമെൻസിൻ്റെ. സോ കോഫാക്ടർ എന്ന് പറയുമ്പോൾ adjointൻ്റെ ട്രാൻസ്പോസ് ഓഫ് ദ adjoint ഇസ് കോഫാക്ടർ അല്ലേ. adjoint എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോസ് ഓഫ് ദ കോഫാക്ടർ. അപ്പോൾ കോഫാക്ടർ എന്ന് പറയുന്നത് adjoint ഓഫ് ട്രാൻസ്പോസ്, സെയിം ആസ് adjoint ഓഫ് എ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ ഹോൾ റേസ് ടു n-1. ദാറ്റ് ഈസ് ഈക്വൽ ടു 11 റേസ് ടു തേർഡ് ഓർഡർ. സോ 3 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 11 സ്ക്വയർ 121. ചോദ്യം 80. B is a symmetric matrix and A transpose is symmetric, skew-symmetric diagonal. ഇത് സിമെട്രിക് ആണോ എന്നുള്ളത് ആദ്യം നോക്കാം. എങ്ങനെയാണ് ഒരു മെട്രിക്സ് സിമെട്രിക് ആണോ എന്നുള്ളത് നോക്കാം. ഹോൾ ട്രാൻസ്പോസ് എടുക്കാം. ഇതിനെയാണ് ഞാൻ ദ ഹോൾ മെട്രിക്സ്, അതിന് ട്രാൻസ്പോസ് എടുത്തു. ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഏതാണ്? റിവേഴ്സൽ ലോ. വാട്ട് ഇസ് ദ റിവേഴ്സൽ ലോ? റിവേഴ്സൽ ലോ ഇസ് AB ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു B ട്രാൻസ്പോസ് A ട്രാൻസ്പോസ് അല്ലേ. XY ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു Y ട്രാൻസ്പോസ് X ട്രാൻസ്പോസ്, റിവേഴ്സ് ഓർഡർ. അപ്പം ആദ്യം A ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് ഇതിൻ്റെത്, രണ്ടാമത്തത് ഇൻറ്റു B ട്രാൻസ്പോസ് ഇൻറ്റു അവസാനത്തെ റിവേഴ്സൽ ഓർഡർ. റിവേഴ്സ് ഓർഡറിലാണ് പോകുന്നത്, ഈ ഓർഡറിലാണ് അവിടെ പോകുന്നത്. റിവേഴ്സൽ ലോ. A ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് എന്താണ്? A ആണെന്നറിയാം. B ട്രാൻസ്പോസ്, B ഇസ് എ സിമെട്രിക്, അപ്പോൾ B ആണെന്നറിയാം. A ട്രാൻസ്പോസിന് അങ്ങനെ തന്നെ നിർത്താം. ദിസ് ഇസ് നത്തിങ് ബട്ട് ആദ്യം എഴുതി എന്തിൻ്റെയാണോ ട്രാൻസ്പോസ് എടുത്തിരിക്കുന്നത് അത് തന്നെ കിട്ടി. Therefore the matrix is symmetric. Therefore the matrix is symmetric. Option A. Option A. 80 is option A. Question number. ഇനി അടുത്തത് 81. 81ാമത്തെ ചോദ്യം. Okay. Then 81 നോക്കാം. മെട്രിക്സ് ഈ ഡിറ്റർമിനൻ്റ് തന്നിട്ടുണ്ട്. ഈ ഡിറ്റർമിനൻ്റ് ഡെൽറ്റ ആൻഡ് ഡെൽറ്റ 1. ഇതിൻ്റെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെൽറ്റ ആൻഡ് ഡെൽറ്റ 1. ഡെൽറ്റയും ഡെൽറ്റ 1ഉം കൂടി തമ്മിലുള്ള റിലേഷൻ എന്താണ്? എന്തെങ്കിലും നമ്പർ, ഇസ് ദർ എനി ന്യൂമറിക്കൽ? ഇവിടെ 1, ഇവിടെ 7, ഓക്കെ, ഇവിടെ 2, ഇവിടെ 20, 13, അപ്പം 3 plus 2, 26 plus, yes. So delta എടുക്കുക കിട്ടി. Delta is equal to 1, 2, 3, 2, 5, 7, 3, 9, 13. ഇതിൻ്റെ അകത്തൊരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. പ്രോപ്പർട്ടി എന്താ? R1 is equal to R1 plus 2 times R3. R1 plus 2 times R3, 1 plus 6, 7, 2 plus 18, 20, and 3 plus 2 times 26, 29. There's it. ബാക്കിയുള്ള അതേമാതിരി എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടി? It is nothing but delta dash. So delta 1 is same as delta dash. Option C. Question number 82. Involuntary matrix ആണ് A. So A square is equal to I minus A into I plus A. എന്താണ്? That is I square minus A square. Right. That is I minus A square. That is equal to 0 because A square is equal to I. 83ാമത്തെ ചോദ്യം. 83ാമത്തെ ചോദ്യം. ഇത് റീഡറിൽ അല്ലെങ്കിൽ ഒരു ചോദ്യമാണ്. ഇത് നമ്മൾ ഡിസ്ക്രിപ്റ്റീവിൽ ചർച്ച ചെയ്ത ചോദ്യമാണ്. ഡിറ്റർമിനൻ്റ് ഓഫ് ഒരു
ഡിറ്റർമിനൻ്റ് ഓഫ് ഒരു 3/3 പറഞ്ഞിരിക്കുന്നത്. വീണ്ടും പ്രശ്നങ്ങൾ വരുന്നു, നോക്കാം. ഓക്കെ, ഡിറ്റർമിനൻ്റ് ഓഫ് എ 3/3 മെട്രിക്സ് എന്താണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്? then x plus y plus z, x y z is equal to ഡിസ്ക്രിപ്റ്റീവായി ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് ചോദ്യമാണ്. ഇതൊന്നിൽ ആദ്യം രണ്ടായിട്ട് എക്സ്പ്രസിങ് ഇറ്റ് ആസ് ദ സം ഓഫ് 2, പിന്നെ അതിൻ്റെ അകത്തുനിന്ന് ഒരു കോമൺ എടുത്തേക്ക് പുറത്തേക്ക് ദിസ് ഇസ് ഈക്വൽ ടു 0. ആദ്യത്തത് എക്സ് വൈ സെഡ്, ഇത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല ചോദ്യം, കാരണം ഡിസ്ക്രിപ്റ്റീവിലുള്ളതാണ്. 1 1 1 എക്സ് സ്ക്വയർ ഏത് പ്രോപ്പർട്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രോപ്പർട്ടി, if every element of a row or a column is expressed as the sum of two elements, then the determinant can be expressed as, ഈ ആദ്യത്തെ എലിമെൻ്റ് അവിടെ നിർത്തി. അതിൻ്റെ രണ്ടാമത്തെ എലിമെൻ്റ് ആകുന്നു നമ്മൾ രണ്ടാമത്തെ ഡിറ്റർമിനൻ്റ് ആകുന്നു. വി ക്യാൻ ടേക്ക് എക്സ് വൈ സെഡ്, എക്സ് R1 എന്ന് പുറത്തെടുത്തു, വൈ സെഡ് R1 എന്ന് പുറത്തെടുത്തു. സോ വാട്ട് വിൽ റിമെയിൻ ഇസ് 1 1 1 എക്സ് വൈ സെഡ് ഇൻറ്റു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സെഡ് സ്ക്വയർ. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് രണ്ട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്, ഐ മീൻ റീഅറേഞ്ച് ചെയ്യണം. C1 ആൻഡ് C3 ആർ റീഅറേഞ്ച്ഡ്, C2 ആൻഡ് C3 ആർ റീഅറേഞ്ച്ഡ്. രണ്ട് റീഅറേഞ്ച്മെൻറ്റ് കഴിയുമ്പം എന്തുണ്ടാവും? ഡിറ്റർമിനൻറ്റ് എക്സ് വൈ സെഡ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സെഡ് സ്ക്വയർ 1 1 1 പ്ലസ് എക്സ് വൈ സെഡ് ഇൻറ്റു C2 C1 വേണം. എക്സ് C1 ആൻഡ് C3 ആർ ഇൻ്റർചേഞ്ച്. പിന്നെ എന്താവും? അപ്പോൾ ഇവിടെ 1 1 1 വരും. പിന്നെ C2 C1, അപ്പം എക്സ് വൈ സെഡ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സെഡ് സ്ക്വയർ 1 1 1. ചുരുക്കത്തിൽ എന്താവും? ആ ഡിറ്റർമിനൻ്റ്, ഏത് ഡിറ്റർമിനൻ്റ്? ദിസ് ഡിറ്റർമിനൻ്റ് ഇസ് കോമൺ. ദാറ്റ് ഡിറ്റർമിനൻ്റ് ഇൻറ്റു 1 പ്ലസ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു 0. ആ ഡിറ്റർമിനൻ്റ് 0 ആവില്ല എന്ന് വിചാരിക്കാം, കാരണം എക്സ് വൈ സെഡിൻ്റെ വാല്യൂ ഇത് ഐ മീൻ ഇതിൻ്റെ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇറ്റ് ഇസ് എക്സ് മൈനസ് വൈ ഇൻറ്റു വൈ മൈനസ് സെഡ് ഇൻറ്റു എക്സ് മൈനസ് സെഡ് എന്നൊക്കെയാണ് ഇതിൻ്റെ വാല്യൂ പോവുക. ചോദ്യം ഡിസ്ക്രിപ്റ്റീവിലുണ്ടായിരുന്ന ചോദ്യം മറ്റൊന്നുമില്ല, ഇഫ് എക്സ് വൈ സെഡ് ആർ ഓൾ ഡിഫറെൻറ്റ്. അപ്പോൾ ഇത് എക്സ് വൈ സെഡ് ഡിഫറെൻ്റ് ആകുമ്പം എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു വൈ, അതുകൊണ്ട് തന്നെ എക്സ് മൈനസ് വൈ 0 ആവില്ല, അതുകൊണ്ട് തന്നെ ബാക്കി ഇത് മാത്രമേ 0 ആവുള്ളൂ. ഇവിടെ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല, ചോദിച്ചതിന് ഉത്തരം എഴുതാം. ഇസ് ഈക്വൽ ടു -1. a raised to n is 0, then the minimum value of n. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു എക്സാമ്പിളാണ് ഐഡംപൊട്ടൻറ്റ് മെട്രിക്സ്. സോ നീൽപൊട്ടൻറ്റ് മെട്രിക്സിൻ്റെ ഐഡംപൊട്ടൻറ്റ് മെട്രിക്സിൻ്റെ ഒരു എ സ്ക്വയർ കണ്ടു നോക്കാം. നീൽപൊട്ടൻറ്റ് മെട്രിക്സിൻ്റെ ഒരു എക്സാമ്പിളാണ്. എ സ്ക്വയർ കണ്ടു നോക്കാം. എ സ്ക്വയർ കണ്ടു കഴിയുമ്പോൾ തന്നെ 0 ആവുന്നത്. ഇത് നമ്മൾ എക്സാമ്പിളിൽ തന്നെ എടുത്തതാണെന്ന് എൻ്റെ ഓർമ്മ. നമ്മൾ തിയറി പാർട്ടിലെ ഡിസ്കഷനിൽ അത് വന്നിട്ടുണ്ട്, ഈ ഒരു എക്സാമ്പിൾ. എ സ്ക്വയർ കണ്ടു നോക്കാം. എ സ്ക്വയർ 0 ആയിരിക്കും, therefore the value of n is equal to 0. അടുത്ത ചോദ്യം ഡെഫിനിഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ജസ്റ്റ് എ ഡെഫിനിഷൻ. ഡെഫിനിഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അത് പറയേണ്ട കാര്യമില്ല. ഇസ് യൂണിറ്ററി അല്ല. ഓർത്തോഗണൽ എ ഇൻറ്റു എ ട്രാൻസ്പോസ് കാണാം, നീൽപൊട്ടൻറ്റ് എ സ്ക്വയർ കാണാം. എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഒന്ന് കണ്ടു നോക്കാം, ഇൻവല്യൂട്ടറി ആണോ അത് ഏതാണെന്ന് ചെക്ക് ചെയ്താൽ മതി. എ സ്ക്വയർ എ ഇൻറ്റു എ സ്ക്വയർ കാണാം, എ ഇൻറ്റു എ ട്രാൻസ്പോസ് കണ്ടാൽ തന്നെ അറിയാം ഇത് ഇൻവല്യൂട്ടറി ആണോ. ഇൻവല്യൂട്ടറി മെട്രിക്സ് ആണോ, നീൽപൊട്ടൻ്റ് ആണോ. എ സ്ക്വയർ കാണാം, അതേപോലെ എ ഇൻറ്റു എ ട്രാൻസ്പോസും കാണാം. യു വിൽ ഗെറ്റ് ദ ആൻസർ ഫ്രം ദാറ്റ്. 86ാമത്തെ ചോദ്യം. 86ാമത്തെ ചോദ്യം. 86ാമത്തെ ചോദ്യം. Question number 86. If A is a square matrix of order 3, then which of the following is true? Third order matrix in the determinant always 0 less. Q symmetric ആണെങ്കിൽ ഓക്കെ. Determinant of A plus. Determinant of minus A എന്താ? Determinant of minus A ഒരു തേർഡ് ഓർഡറാണ്. ദാറ്റ് ഈസ്, അതായത് ഡിറ്റർമിനൻ്റ് ഓഫ് എ തന്നിട്ടുണ്ട്. എന്റെ ഡിറ്റർമിനൻസ് മേ ബി 1 2 3 4 5 6 7 8 9. മൈനസ് എ എന്ന് പറയുമ്പം അല്ലേ, മൈനസ് എ എന്ന് പറയുമ്പം ഈച്ച് എലിമെൻറ്റ് വിൽ ബി മൾട്ടിപ്ലൈഡ് ബൈ
അല്ലേ? ഓരോ റോവും ഈച്ച് റോ വിൽ ബി മൾട്ടിപ്ലൈഡ് ബൈ മൈനസ്. അപ്പോൾ ഇത് പുറത്ത് ഡിറ്റർമിനൻ്റ് ഓഫ് മൈനസ് എ ആക്ച്വലി -1 ടൈംസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയും. കാരണം മൈനസ് എൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? -1, -2, -3, -4, -5, -6, -7, -8, -9. ഇതിനകത്ത് എത്ര -1 3 പ്രാവശ്യം ഉണ്ടാവും. 2/2 ആണെങ്കിലോ 2 ടൈംസ്. സോ ഇറ്റ് ഈസ് -1 ടൈംസ് ഡിറ്റർമിനൻ്റ്. ഇവിടെ ഓർഡർ 3 ആണ്. therefore -1 ടൈംസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഓപ്ഷൻസിലില്ല, ഇത് തെറ്റായിരുന്നു വിചാരിക്കുന്നു. വി ക്യാൻ അസ്യൂം ദാറ്റ് ദർ ഇസ് നത്തിങ് ലൈക്ക് ദിസ്. ആൻസർ ചെയ്യുക. അത് ഓപ്ഷൻ ഇസ് കറക്റ്റ് ചെയ്യത് മൈനസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഓപ്ഷൻ എ 86. അടുത്ത ചോദ്യം. Show that the element of the second row and third column in the inverse of A എന്ന് പറയുന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇൻവേഴ്സ്, എ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ adjoint of A divided by determinant of A. adjoint of A കാണുമ്പോൾ ഇതിൻ്റെ മെട്രിക്സിൽ ഇതിൻ്റെ സെക്കൻഡ് അതായത് കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്താ? 1 into 1 minus 0. So 1 minus 2 into 2 plus 1 into 0 minus about 1 into 0 plus 1. That is equal to 1 into 1. What are 1 and 1 plus 2, 2 minus 4 minus 2 and determine the value. So this is equal to cofactor by minus 2. ഏത് കോഫാക്ടർ എലിമെൻറ്റ് വന്നു കഴിഞ്ഞാലും ഇവിടെ ഇതിൻ്റെ ട്രാൻസ്പോസ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ട്രാൻസ്പോസ് ആയിട്ട് വരുമ്പോൾ ഞാൻ ട്രാൻസ്പോസ് എടുത്തു. സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ദ ട്രാൻസ്പോസ് ആണ് ബൈ -2. അങ്ങനെ ട്രാൻസ്പോസ് എടുത്തതിന് ശേഷം വരുന്ന സെക്കൻഡ് റോ എലിമെൻറ്റിൻ്റെ സെക്കൻഡ് റോ തേർഡ് കോളം ഇവിടെ വരുന്ന എലിമെൻറ്റ് ദാറ്റ് ഈസ് ഇവിടെ സി ഇവിടെ വരുന്ന പർട്ടിക്കുലർ എലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദറ്റ് വിൽ ബി ദ കോഫാക്ടർ എന്തായിരിക്കും? സി ഇവിടെ 2, 3 ആണ് വരുന്നത് അല്ലേ? 2, 3 ആണ്. അപ്പം ഏത് വരും? സെക്കൻഡ് റോ തേർഡ് കോളം C32ൻ്റെ കോഫാക്ടർ അതായത് ഈ C32 ആയിരിക്കും ഇവിടെ വരുന്നത്. ദാറ്റ് ഡിവൈഡഡ് ബൈ ദാറ്റ് ഈസ് ആക്ച്വലി ദ റിക്വയർഡ് ആൻസർ C32 ഡിവൈഡഡ് ബൈ -2 -1 raised to 5 3 plus 2 കോഫാക്ടർ C32 3 തേർഡ് റോ സെക്കൻഡ് ഇതിൻ്റെ എലിമെൻറ്റ് എന്ന് പറഞ്ഞു കാണും. ഇതിൻ്റെ കോഫാക്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ എലിമെൻറ്റിൻ്റെ കോഫാക്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഡിറ്റർമിനൻ്റ് ഓഫ് മൈനർ. ബാക്കിയുള്ള മൈനർ കാണുമ്പോൾ എന്താ? 1 1 2 0. ദ വാല്യൂ വിൽ ബി ഈക്വൽ ടു ബൈ -2. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു ഇവിടെ എന്താ? 1 -2 divided by -2. So answer will be what? -1. -1 will be the answer. 88ാമത്തെ ചോദ്യം. എൺപത്തെട്ടാമത്തെ ചോദ്യം. ദ ഡിറ്റർമിനൻ്റ് ചോദ്യത്തിൽ എന്തൊരു കുഴപ്പമുണ്ട്, എന്തോ മിസ്സിംഗ് ആണ്. APGP ഇത് നമ്മൾ പലവട്ടം ചെയ്ത ചോദ്യമാണ്. ഈ ഇതിൽ തന്നെ നമ്മൾ ഒന്നിലധികം വട്ടം ചെയ്തതാണ്. ഇത് C3 is equal to C3 minus alpha times C1 minus beta. ഇവിടെയൊക്കെ 0 വരും. ഇവിടെ വരുന്ന ടേംസിൻ്റെ അകത്ത് ഇവിടെ ഒരു A alpha square എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഇതിൻ്റെ വാല്യൂ ദ ഡിറ്റർമിനൻ്റ് ഇസ് എ GP. ഡിറ്റർമിനൻ്റ് ഇസ് എ
ഇവിടെ എന്തോ മിസ്സിങ് എ ആൽഫ മിസ്സിങ് ആകും. ദർ ഇസ് എ പ്രോബ്ലം വിത്ത് ക്വസ്റ്റ്യൻ. മിക്കവാറും ഇതായിരിക്കും ഉദ്ദേശിച്ചത്. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. തുടക്കത്തിൽ നമ്മൾ ഈ ചോദ്യം ചർച്ച ചെയ്തതാണ്. തുടക്കത്തിൽ ഇതാ ഇവിടെ എ എക്സ് അവിടെ മിസ്സിങ് ആണ്, കണ്ടോ, സെയിം ഡിറ്റർമിനൻ്റ്. കെൻ്റെ വാല്യൂ ബി സ്ക്വയർ മൈനസ് 4ac അങ്ങനെ ബി സ്ക്വയർ മൈനസ് AC അങ്ങനെ എന്തോ ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി സി ആർ ഇൻ എ കോമ ബി കോമ സി ആർ ഇൻ GP. ക്വസ്റ്റ്യൻ്റെ അകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു പോയത്. ഇവിടെ എ ഉണ്ട് കേട്ടോ. സോ യൂസ് ചെയ്യേണ്ടത് കോൺസെപ്റ്റ് യൂസ് ചെയ്യുക. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് വി വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് ബി സ്ക്വയർ മൈനസ് AC ഇൻറ്റു ബി സ്ക്വയർ മൈനസ് AC ഇൻറ്റു ഇതാ ഇവിടെ ഉണ്ട് ബി സ്ക്വയർ മൈനസ് AC ഇൻറ്റു വിൽ ബി ഗെറ്റിംഗ് ബി സ്ക്വയർ മൈനസ് AC ഇൻറ്റു ഇവിടെ ബാക്കിയുള്ളത് AX സ്ക്വയർ ഒരു മൈനസ് ഉണ്ടാവും ഇവിടെ AX സ്ക്വയർ മൈനസ് 2BX പ്ലസ് CY സ്ക്വയർ എന്ന് കിട്ടുക. റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നത് ABCR in GP. ക്വസ്റ്റ്യനിൽ പാർട്ട് മിസ്സിംഗ് ആണ് അവിടെ. ഇനി അടുത്ത ചോദ്യം, ഐ തിങ്ക് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 89ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ ഒരു പഴക്കമുള്ള ചോദ്യമാണ്, പക്ഷേ തെറ്റാൻ വളരെയേറെ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. എക്സ് ഫാക്ടോറിയൽ എക്സ് പ്ലസ് 1 ഫാക്ടോറിയൽ എക്സ് പ്ലസ് 2 ഫാക്ടോറിയൽ എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2 എക്സ് പ്ലസ് 3 എക്സ് പ്ലസ് 3 ഇവിടെ ഫാക്ടോറിയൽ മിസ്സിംഗ് ആണ്. ചോദ്യം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇറ്റ്സ് ഈക്വൽ ടു ഇതിൻ്റെ അകത്ത് ഞാൻ C1ൻ്റെ അകത്തുനിന്ന് R1ൻ്റെ അകത്തുനിന്ന് ടേക്കിംഗ് എക്സ് ഫാക്ടോറിയൽ ഔട്ട്സൈഡ്. അപ്പം എക്സ് പ്ലസ് 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് പ്ലസ് 1 അല്ലേ. എക്സ് പ്ലസ് 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 അല്ലേ. അങ്ങനെയാകുമ്പോൾ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് റോവിൻ്റെ അകത്തുനിന്ന് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത് എക്സ് ഫാക്ടോറിയൽ പുറത്തെടുക്കും. സോ വാട്ട് റിമെയിൻസ് എക്സ് ഫാക്ടോറിയൽ പുറത്ത് വന്നു കഴിഞ്ഞാൽ വാട്ട് റിമെയിൻസ് ഇസ് 1. ഇവിടെ ഒരു എക്സ് പ്ലസ് 1 വരും, ഇവിടെ ഒരു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 വരും. ഇനി അടുത്ത റോന്ന് നമുക്ക് കോമൺ എടുക്കാൻ പറ്റുന്നത് എക്സ് പ്ലസ് 1 ഫാക്ടോറിയൽ പുറത്തെടുക്കും. ഇതിൻ്റെ അകത്തുനിന്ന് എക്സ് പ്ലസ് 1 ഫാക്ടോറിയൽ പുറത്തെടുക്കും. അങ്ങനെ പുറത്തെടുത്താൽ ഇവിടെ 1 വരും, എക്സ് പ്ലസ് 2 വരും. കാരണം എക്സ് പ്ലസ് 2 ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് എഴുതാം അല്ലേ. ഇനി ഇവിടെ ബാക്കി എന്തുണ്ടാവും? എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3. തേർഡ് റോവിൻ്റെ അകത്തുനിന്ന് എന്ത് പുറത്തേക്ക് എടുക്കാം? എക്സ് പ്ലസ് 2 ഫാക്ടോറിയൽ പുറത്തേക്ക് എടുക്കാം. അങ്ങനെ പുറത്തേക്ക് എടുത്താൽ 1 എക്സ് പ്ലസ് 3 വരും, എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 4 വരും. ഇനി ചെയ്യാൻ പറ്റുന്നത് എന്താ? ഏതെങ്കിലും 0 ആക്കാം. ഐ ഡു R3 ഇസ് ഈക്വൽ ടു R3 മൈനസ് R2. അപ്പോൾ ബാക്കി പുറത്തുള്ളത് എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് പ്ലസ് 2 ഫാക്ടോറിയൽ പുറത്തുണ്ട്. ബാക്കി എന്തുണ്ടാവും? ഇവിടെ 1 എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. ഓപ്പറേഷൻ എന്താണ്? R3 ഈസ് ഈക്വൽ ടു R3 മൈനസ് R2. അത് കഴിഞ്ഞിട്ട് R2 ഞാൻ ചെയ്യും. അപ്പോൾ ദിസ് വിൽ ബി 0, ദിസ് വിൽ ബി 1, ഇത് മൈനസ് ഇത് മൈനസ് ഇത്. അതൊരു എക്സ് പ്ലസ് 3 കോമൺ ഉണ്ട്. ബാക്കി എന്താവും? എക്സ് പ്ലസ് 4 മൈനസ് എക്സ് മൈനസ് 2. എക്സ് ഇംപ്രൂവ്. സോ 2 ഇൻറ്റു എക്സ് പ്ലസ് 3. അടുത്ത ഓപ്പറേഷൻ R2 ഇസ് ഈക്വൽ ടു R2 മൈനസ് R1. 0 വരും, ഇവിടെ 1 വരും. ഇത് രണ്ടിൻ്റെ അകത്ത് എക്സ് പ്ലസ് 2 കോമണാണ്. എക്സ് പ്ലസ് 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 3 മൈനസ് എക്സ് മൈനസ് 1. എക്സും പോയി 2 ഇൻറ്റു എക്സ് പ്ലസ് 2 കോമൺ. വെൻ യു എക്സ്പാൻഡ് ഇറ്റ്, ഇതിൽ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് പ്ലസ് 1 ഫാക്ടോറിയൽ ഉണ്ട്, എക്സ് പ്ലസ് 2 ഫാക്ടോറിയൽ ഉണ്ട്. ഇതിൽ എക്സ്പാൻഡ് ചെയ്യുമ്പം 1 ഇൻറ്റു ദാറ്റ് ഇസ് this into this minus this into that is 2x plus 6 minus 2x minus 4 എന്തുണ്ടാവും? ഒരു 2ഉം കൂടി ഉണ്ടാവും. സോ 2 ഇൻറ്റു എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് പ്ലസ് 2 ഫാക്ടോറിയൽ. ഓപ്ഷൻ ബി. ഇവിടെ ഇത് മാറിയിട്ടുണ്ട്, ഇവിടെ സിമ്പിൾ മാറിയിട്ടുണ്ട് ഫാക്ടോറിയലിൻ്റെ, അത് കറക്റ്റ് ചെയ്തേക്കണം. സോ ഓപ്ഷൻ ബി. ഇതാണ് ഇതിലെ ചോദ്യങ്ങൾ.
So we have done almost all the questions starting from question number 1 to question number 89. എന്തുകൊണ്ട് 89 നിന്നൊന്നും അറിയില്ല, 90 ആക്കാൻ പറ്റും. ഫൈൻ, ഡസൻറ്റ് മാറ്റർ. ഇത് ചെയ്ത് നോക്കാം. ഇത് കൂടാതെ ഇതിൻ്റെ അകത്തുള്ള പ്രീവിയസ് ജെയും പ്രീവിയസ് ബാക്കിയുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാം. എന്നിട്ട് ടെസ്റ്റ് പേപ്പറും കൂടി എഴുതാം. ടെസ്റ്റ് പേപ്പറും കൂടി എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറേ പറഞ്ഞിരിക്കുന്ന ഷോർട്ട് കട്ടുകൾ പ്രത്യേകിച്ച് ഓർത്ത് വെക്കുക, ചില ടിപ്പുകൾ അതെല്ലാം ഓർത്ത് വെക്കുക. ക്വസ്റ്റ്യൻ ട്രൈ ടു ഡു ആസ് മെനി ആസ് ക്വസ്റ്റ്യൻസ് ആസ് പോസിബിൾ. ഓക്കെ.